ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്മീനാട്ടോ. 1 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മസാല പറ്റി ഞാൻ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിട്ടോ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ നോക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ മൊരിഞ്ഞു പോകരുത്. ഫിഷ് ഒരു 1/4 ഭാഗം ഫ്രൈ ആയാൽ മതി കേട്ടോ. പിന്നെ നമ്മളത് മസാലയുടെ മേലെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഫിഷ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഫിഷ് ബിരിയാണിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഏത് പരുവത്തിലാണ് നമ്മളിത് എടുക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഇല്ലേ, ഞാനിതിലോട്ട് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് ആട്ടെ. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള 3 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ജീരകശാല റൈസ്. പിന്നെ എടുത്തിട്ടുള്ളത് ഈ റൈസിന് ഞാൻ എടുത്തിട്ടുള്ള 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഫിഷ് ഈ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ ഞാനിനി അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വലിയ ഉള്ളിയിൽ ഞാൻ 4 എടുത്തെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടില്ല, ഞാൻ ആ സമയത്ത് കട്ട് ചെയ്തിട്ട് ഇടുക ചെയ്യുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടിയാട്ടാ, ജിഞ്ചറും ഗാർലിക്കും കൂടിയിട്ടാണ് 3.5 ടേബിൾ സ്പൂൺ, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടില്ല കേട്ടോ. ഇതേ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിഷ് ഈ പരുവത്തിൽ എടുക്കണം കേട്ടോ നമ്മൾ. ഇപ്പോൾ ഇതേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ 4 വലിയ ഉള്ളി കട്ട് ചെയ്തില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലോട്ട് 3.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം പിന്നെ അതിലോട്ട് ഞാൻ 3 തക്കാളി ഞാൻ പറഞ്ഞില്ലേ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയുടെ ഇലയില്ലേ, മല്ലിയും പുതിനയും കൂടി നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ കൈ കൊണ്ട് ഒരു വലിയ പിടിയോളം ഉണ്ടാവും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അതൊന്ന് ഇതിലൊന്ന് സെറ്റായി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി. ലോ ഫ്ലെയിമിൽ നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ദേ ഞാൻ മല്ലിയുടെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീരകശാല റൈസ് എടുക്കുന്നത് 3 കപ്പ് എടുക്കുന്നത്. 250 ml കപ്പിൽ ഞാൻ 3 കപ്പ് ജീരകശാല റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. ദേ ഈ കപ്പിൽ ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പീസ് പട്ട, ഒരു 8-10 ഗ്രാമ്പൂ, പിന്നെ ഏലക്ക ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാറില്ലേ തക്കോലം, അതൊരു പീസും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് പിന്നെ അതിലോട്ട് ഞാൻ ആ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചില്ല അതുകൊണ്ട് ഇട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അരി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 3 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാനതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ അരി കഴുകിയിട്ട് അധികം വെച്ചിട്ടില്ല, നേരെ ഇട്ട് കൊടുക്കുക ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂട്ടി ഒഴിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന ലെവലിലാട്ടോ നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ഇവിടെ 5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് വേപ്പിൻ്റെ ഇല കേട്ടോ, കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പച്ചമുളക് ഒരു 6 എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഞാനിത് ഈ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും. മസാല സെറ്റ് ആയതിന് ശേഷം കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ പച്ചമുളക് ഞാൻ ഒരു 6 ചതച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദം ഇടുന്ന സമയത്ത് അത് സെറ്റ് ആയിക്കോളും. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ റൈസ് ഇതേ ബബിൾ വരുന്ന സമയത്ത് ഞാൻ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവം. ഈ സമയത്ത് നമ്മുടെ കൈമേൽക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ച് വരും അതിൽ നിന്ന് ഇങ്ങനെ തിളച്ചിട്ട്. ആ സമയത്ത് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ്
അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പകുതി റൈസ് അതിൻ്റെ മേലെ നിന്ന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഞാൻ പകുതി ഫിഷ് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി റൈസും കൂടി ഇട്ടിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഞാനത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനതിൽ തുറന്നിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ വലിയുള്ളി ഇല്ലേ അത് ഫ്രൈ ചെയ്തതും കാഷ്യും ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയുടെ ഇല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇതേപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നില്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.